നമസ്കാരം. എല്ലാവരും ഒന്ന് കൈയടിച്ചേ, നന്നായിട്ടൊന്ന് കൈയടിച്ചേ. 20 ലക്ഷം പേർക്കാണ് തൊഴിൽ കൊടുത്തിരിക്കുന്നത്. അതാ നമ്മളിങ്ങനെ പോയാൽ ആദ്യം 1 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കും. ആ 1 ലക്ഷം സംരംഭങ്ങൾ താഴെ വരും. അത് കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങളിൽ വന്നു കഴിഞ്ഞാൽ 5 ലക്ഷം പേർക്ക് ജോലി കൊടുക്കും. പിന്നെ അല്ലാതെ സർക്കാർ PSC വഴി കുറച്ച് പേർക്ക് കൊടുക്കും. എല്ലാം കൂടി 20 ലക്ഷം പേർക്ക് ജോലി കൊടുക്കും. മാത്രമല്ല നമ്മുടെ മന്ത്രിമാരെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫണ്ട് കിട്ടും. ഫണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വ്യവസായങ്ങളുടെയും തൊഴിലുകളുടെയും IT-കളുടെയും ഹബ്ബായിരിക്കും പിന്നെ കേരളം. അങ്ങനെ 20 ലക്ഷം പേർക്ക് തൊഴിൽ കിട്ടും. അങ്ങനെ തൊഴിൽ കിട്ടുമ്പോൾ ആളുകൾക്ക് 10,000, 20,000, 30,000, 40,000, 50,000, 1 ലക്ഷം രൂപ വരെ വീടുകൾ വരുമാനമായി. അങ്ങനെ വരുമാനമൊക്കെ ആയി നമ്മുടെ അമ്മമാരും സഹോദരിമാരൊക്കെ ഇതാവും. പിന്നെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് ആളുകളുടെ ക്യൂ ആയിരിക്കും. ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കുടുംബശ്രീ പെണ്ണുങ്ങളുടെ പണ്ടാരമടങ്ങും. എന്തൊക്കെയാണ് ഇവിടെ തള്ളിമറിച്ചത്. ഇനി കുടുംബശ്രീ പെണ്ണുങ്ങൾക്ക് വീട്ടിലിരിക്കാൻ സമയം കാണില്ല. ഭർത്താവിൻ്റെ കാര്യം, മക്കളെ കാര്യം, കുടുംബകാര്യം ഒന്നും നോക്കാൻ സമയം കാണത്തില്ല. കാര്യം ഉൽപ്പന്നം ഉണ്ടാക്കണം. അത്രമാത്രം ഡിമാൻഡാണ് ഇവിടെ. ഗോവിന്ദൻ മാഷും, ഗോവിന്ദൻ അപ്പം, ഗോവിന്ദൻ ദോശ, ഗോവിന്ദൻ അലുവ, എന്തൊക്കെയാണ് വരാൻ പോകുന്ന കിടക്കുന്നത്. അങ്ങനെ 20 ലക്ഷം പേർക്ക് ഞങ്ങൾ ജോലി കൊടുക്കും. അങ്ങനെ വികസ്വര രാജ്യങ്ങൾക്ക് മുകളിലോ അല്ലെങ്കിൽ വികസിത രാജ്യങ്ങൾക്ക് മുകളിലോ അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങൾക്ക് അപ്പുറമോ ഉള്ള ഒരു രാജ്യമല്ല ഒരു സംസ്ഥാനം. രാജ്യം എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് ആ ഒരു പ്രസംഗത്തിൽ. രാജ്യമല്ല സംസ്ഥാനമായോ കേരളം മാറും. അങ്ങനെ കേരളത്തിൽ എല്ലാവർക്കും കൊടുക്കണം. 4 വർഷം കാലം കൊണ്ട് നമ്മൾ പ്രകടന പത്രികയെ പറഞ്ഞിട്ടുണ്ട്. അത് 4 വർഷം കൊണ്ട് പിന്നെ 20 ലക്ഷം പേർക്ക് ജോലി കൊടുക്കും. ഇപ്പം 4 വർഷം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ കണക്കെടുത്തത് കേട്ടോ. പഴയ ഒരു കണക്കെടുത്ത് നോക്കിയതേ നമ്മൾ കിടപ്പുണ്ട്, സോഷ്യൽ മീഡിയ കിടപ്പുണ്ട്. ഇതൊക്കെ വളരെ കൃത്യമായി പിന്നെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിൻ്റെ പേരിൽ അദ്ദേഹം തന്നെ പറഞ്ഞതായിട്ട് അദ്ദേഹത്തിൻ്റെ വോയിസോടുകൂടി അദ്ദേഹം പ്രസംഗിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് ചോദിക്കും, നിങ്ങളെന്തേ കൈയടിക്കാത്തത്? നിങ്ങളിത് കൈയടിക്കുന്നില്ല, ഇതാണ് നിങ്ങളെ കുഴപ്പം, നിങ്ങൾക്കിത് മനസ്സിലായില്ല. ആളേക്കറിയാം ഇത് പൊട്ടത്തരവാണ്, പോഷത്തരവാണ്, പോങ്ങത്തരവാണ് പറയണത്. കേരളത്തിൽ 20 ലക്ഷം പോയിട്ട് 2,000 പേർക്ക് പോലും ജോലി കൊടുക്കാൻ ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് കഴിയൂല. കാര്യം ഏതെങ്കിലും ഒരു ഫാക്ടറി വന്നാൽ, തൊഴിൽ വന്നാൽ നമ്മൾ അവിടെ കൊടി പിടിച്ച് സമരം ഉണ്ടാക്കി, ബഹളം ഉണ്ടാക്കി, ബന്ദ് നടത്തി, ഹർത്താൽ നടത്തി, അതിനെ പൊളിച്ച് പപ്പടമാക്കിയ 60-70 വർഷത്തെ ചരിത്രം കിടക്കുമ്പോഴാണ് ഈ തള്ളുന്നത്. എന്താ തള്ളു? നമുക്കിപ്പോൾ 20 ലക്ഷം ആളുകൾക്ക് ഇങ്ങനെ പറഞ്ഞ പോലെ വികസിത രാജ്യം അവികസിത രാജ്യത്തിൻ്റെ മുകളിൽ കയറി, ആദ്യം അവികസിതത്തിൽ നിന്ന് വികസനത്തിലേക്ക് കയറി, വികസനത്തിൽ നിന്ന് വികസിതത്തിലേക്ക് കയറി, അതിൻ്റെയും മുകളിൽ കയറി 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുത്ത് നമ്മൾ ഒന്നാമതാവും. ഒരു മനുഷ്യൻ കൈയടിച്ചില്ല. തെറി വിളിച്ചു അദ്ദേഹം. നിങ്ങളെന്താ കൈയടിക്കാതിരിക്കുന്നത്? എല്ലാവരും ഒന്ന് കൈയടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഒരു 4-5 പേര് കൈയടിച്ചു. ശരിക്കും അത് കൈക്കായിരുന്നില്ല അടിച്ച്, ഇദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള അടിയടിച്ചു. കാര്യം എന്താ അറിയാവോ? എന്തിനാണ് നിങ്ങൾ ഈ കള്ളം പറയുന്നതെന്ന്? എന്തിനാ സഹാബിയെ കള്ളം പറയുന്നത് നമ്മളോട്? നടക്കുമോ ഇതൊക്കെ? 20 ലക്ഷം പോയിട്ട് 2,000 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുമോ? അതുപോലെ അവർ ഒരു തള്ളി. സ്കീം തൊഴിലാളികൾക്കെല്ലാം 21,000 രൂപ ശമ്പളം കൊടുക്കും. ഒരു എന്താണ് 700 രൂപ കണക്കാക്കി 21,000 ശമ്പളം കൊടുക്കും. ഇവിടെ 2,000 രൂപ കൂടുതൽ ചോദിച്ചുകൊണ്ടാണ് ആശാ വർക്കേഴ്സ് 10-26,000 ആളുകൾ കുറേ ഒരു 200 ദിവസത്തോളം അടുക്കുന്ന സമരം ചെയ്യുന്നു. 5 പൈസയും കൂട്ടി കൊടുക്കില്ല. ചോദിക്കുമ്പോൾ പറയും പൈസ ഇല്ലയെന്ന്. പിന്നെ വേറെ ഒരു തിരുവനന്തപുരത്ത് വന്ന് പ്രസംഗിക്കും ആവശ്യം പോലെ പൈസ ഉണ്ടെന്ന്. കൊല്ലത്ത് പോയി പറയും പൈസ ഇല്ലയെന്ന്. കൊച്ചിയിൽ പോയി വീണ്ടും അതേ മന്ത്രി തന്നെ കൊച്ചിയിലേക്ക് പരിപാടി ഇപ്പം അവിടെ ചെന്ന് പറയും ഒരുപാട് പൈസ കയ്യിലുണ്ടെന്ന്. എന്താണിത്? ധവളപത്രം ഇറക്കണം എത്ര പൈസ സർക്കാരിൻ്റെ കയ്യിലുണ്ടെന്ന്. വളരെ മധുരമനോഹരമായ തള്ളലുകൾ കൊണ്ടുപോയി. ഇപ്പം തള്ളി വണ്ടിയുടെ ബ്രേക്ക് പോയി. അതാണ് മെഡിക്കൽ കോളേജിൽ ഹാരിസിൻ്റെ രൂപത്തിൽ പുറത്തു വന്നത്. അതാണ് ബിന്ദുവിൻ്റെ രൂപത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പുറത്തു വന്നത്. മിഥുനിൻ്റെ രൂപത്തിൽ തേവലക്കരയിൽ പുറത്തു വന്നത്. അങ്ങനെ ഓരോരുത്തരുടെ പേരിൻ്റെ രൂപത്തിൽ ഇതിങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു കണക്കെടുത്ത് നോക്കാം. ഇപ്പം 4 വർഷമായി ഈ ഗവൺമെൻറ്റിൻ്റെ, കഴിഞ്ഞ ഗവൺമെൻറ് നിൽക്കട്ടെ, ഈ 9 വർഷമായി. അത് കഴിഞ്ഞ ഗവൺമെൻറ് കഴിഞ്ഞല്ലോ. അതിനുശേഷം തിരഞ്ഞെടുപ്പിൽ വന്ന് പിന്നെ ജനങ്ങൾ എന്തിനാണ് അതും കൂടെ നോക്കിയിട്ടാണല്ലോ അവർ വോട്ട് ചെയ്തത്. അതുകൊണ്ട് അത് വിഷയമില്ല. ഈ 4-ാം വർഷത്തിൽ നമ്മൾ കണക്കെടുക്കുമ്പോൾ നല്ലൊരു കണക്കെടുക്കേണ്ടതാണ്. 20 ലക്ഷം പേർക്ക് പോയിട്ട് 2,000 പേർക്കെങ്കിലും തൊഴിൽ കൊടുത്തോ? PSC വഴി കൊടുത്തു എന്ന് പറയരുത്. PSC എന്ന് പറയുന്നത് എന്താണ് സംവിധാനം? ഇവിടെ വേക്കൻസി വരുന്നതനുസരിച്ച് PSCക്ക് റിപ്പോർട്ട് ചെയ്യും. അത് റുട്ടീൻ പ്രോസസ്സാണ്. അല്ലാതെ ആർക്ക് തൊഴിൽ കൊടുത്തു, 200 പേർക്കെങ്കിലും തൊഴിൽ കിട്ടിയോ എന്നുള്ളത് ഗോവിന്ദൻ മാഷ് ഒന്ന് പറയുന്നത് അടുത്ത യോഗത്തിൽ പറഞ്ഞാൽ നമുക്കതും കൂടി ട്രോളായി വരും. നമുക്കത് ആളുകളോട് പറയാം. അതിൻ്റെ ക്യാപ്സൂളിനായി കേരളം കാത്തിരിക്കുന്നു.